ഇതൊരു സർപ്രൈസിൻ്റെ കഥയാണ്. 2 ദിവസം മുന്നേ ഞങ്ങളുടെ പ്രൊജക്റ്റിലെ കുഞ്ഞുങ്ങൾക്ക് ബുക്കും ബാഗും കുടയൊക്കെ വാങ്ങാൻ പോയി. ആ ടൈമിൽ ഞാൻ കരുതി എൻ്റെ കുഞ്ഞിനും ബുക്കും ബാഗും ഒക്കെ വാങ്ങാമെന്ന്. അങ്ങനെ ഞാൻ ബുക്കും ബാഗും ഒക്കെ വാങ്ങി വീട്ടിൽ എത്തിയപ്പോൾ ആൾ വണ്ടറടിച്ച് എന്നെ നോക്കിയിട്ട് എല്ലാ സാധനവും തിരിച്ചും മറിച്ചും എടുത്തു എല്ലാം മേടിച്ച് നോക്കി. എന്നിട്ട് ലാസ്റ്റ് എന്നോടൊരു ചോദ്യമാണ്, അമ്മ ബോക്സ് മേടിച്ചില്ലയോ അമ്മേന്ന്. എന്നിട്ട് ഫോൺ എടുത്ത് വെച്ച് കുഞ്ഞമ്മേനെയും അമ്മാമ്മേനെയും അച്ചാച്ചനെയും പിന്നെ അച്ഛനെയും എല്ലാവരെയും വിളിച്ചു പറഞ്ഞു. അപ്പോൾ കുഞ്ഞമ്മ പറയുന്നു, മോക്ക് ബോക്സ് കുഞ്ഞമ്മ മേടിച്ചു തരാം, 100 പെൻസിലും മേടിച്ചു തരാമെന്ന്. അച്ഛൻ പറയുന്നു, മോക്ക് യൂണിഫോമും ബോക്സും എല്ലാം അച്ഛൻ മേടിച്ചു തരാമെന്ന്. അച്ചാച്ചൻ പറയുന്നു, മക്കൾക്ക് ബുക്കും പിന്നെന്തോ വേണ്ടതെന്ന് പറഞ്ഞാൽ മതി, അത് അച്ചാച്ചൻ മേടിച്ചു തരാമെന്ന്. അന്നേരം ഞാൻ ആലോചിക്കുവാണേ, പണ്ടാണെങ്കിൽ ഞാനൊരു 3ാം ക്ലാസ് 4ാം ക്ലാസ്സൊക്കെ പഠിക്കുന്ന ടൈമിൽ അനിയത്തി 1ാം ക്ലാസ് 2ാം ക്ലാസ് ആ ഒരു പ്രായത്തിൽ നമ്മുടെ അച്ഛൻ മേശിരി പണിക്കാരനാണ്. എല്ലാ സാധനവും മേടിച്ചുകൊണ്ടൊക്കെ തരും. പക്ഷേ എങ്കിൽ ഞങ്ങൾക്ക് 2 പേർക്ക് കൂടെ പൊതിയാനുള്ള ബുക്ക് പേപ്പറൊന്നും അച്ഛൻ മേടിക്കാറില്ല. ആകെപ്പാടെ അന്നത്തെ സാഹചര്യമായിരിക്കാം. കാരണം ഒരാൾ ജോലിക്ക് പോയിട്ട് വന്നിട്ട് 1000 രൂപ കിട്ടുന്നതിനകത്ത് എന്ത് ചെയ്യും എന്നുള്ള സാധനമായിരിക്കും. അങ്ങനെ ഞങ്ങൾക്കാണെങ്കിൽ അച്ഛനാണെങ്കിൽ ഞങ്ങൾക്ക് 2 പേർക്ക് കൂടെ ഒരു ബുക്ക് പൊതിയുന്ന പേപ്പർ മേടിച്ചുകൊണ്ട് വരും. ബാക്കി അപ്പം അച്ഛൻ എന്തോ ചെയ്യും, എന്നിട്ട് അതിന് ഞങ്ങൾ തന്നെ അടിയാണ്, എനിക്ക് അത് വേണം അവൾക്കത് വേണം എന്നും പറഞ്ഞിട്ട് അടിയായിരിക്കും. എന്നിട്ട് കുറേ നേരം കഴിഞ്ഞിട്ട് ഞങ്ങളുടെ അടിക്കെല്ലാം ഒടുവിൽ അച്ഛൻ വന്ന് ഞങ്ങൾക്ക് തുല്യമായിട്ട് അത് പൊതിഞ്ഞ് തരും. പിന്നെ ഞങ്ങൾ എന്തോ ചെയ്യാൻ തുടങ്ങിയെന്നറിയോ, നമുക്ക് സ്കൂളിൽ നിന്ന് അടി കിട്ടുന്നത് ഡയറി പൊതിഞ്ഞില്ലെങ്കിലായിരുന്നു. അപ്പോൾ അച്ഛൻ കൊണ്ടുവരുന്ന ബ്രൗൺ പേപ്പറിൽ ഞങ്ങൾ ഡയറി പൊതിയാൻ തുടങ്ങി. ബാക്കിയെല്ലാം ന്യൂസ് പേപ്പറിൽ പൊതിയാൻ തുടങ്ങി. അപ്പം ഞങ്ങൾക്കാണെങ്കിൽ ഇങ്ങനെ പൊതിയാനൊക്കെ ഒറ്റ പേപ്പറിലൊക്കെ ആയതുകൊണ്ട് മോക്ക് ഇത്രയൊക്കെ സാധനങ്ങൾ മേടിച്ചിട്ട് ഇത് കിട്ടിയില്ലെന്ന് ഓർത്തപ്പോൾ ആരൊക്കെയാണ് മേടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളത്? അച്ചാച്ചൻ, അമ്മമ്മ, കുഞ്ഞമ്മ, അച്ഛൻ എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പം ഞാനിതെല്ലാം ആലോചിച്ച് എന്നിട്ട് ഞങ്ങൾ 2 പേരും അവിടെ ഇരുന്ന് പെതുക്കെ ആ ബുക്കെല്ലാം പൊതിഞ്ഞ് തീർത്ത് പേരൊക്കെ എഴുതി. ആളുടെ പേരെല്ലാവർക്കും ഡൗട്ടുണ്ടായിരിക്കും, ഓഷ്നി എന്നാണ് കേട്ടോ ആളുടെ പേര്. പിന്നെ ആളെക്കൊണ്ട് തന്നെ എല്ലാ ബുക്കെല്ലാം ആൾക്കങ്ങ് നിർബന്ധം, ഞാനെല്ലാം എടുത്തു വെക്കാമേ, അമ്മ എടുത്തു വെക്കണ്ടമ്മേ. എനിക്കാണെങ്കിൽ അങ്ങ് ദേഷ്യം വരും, ഓരോ ബുക്കും ഓരോന്നായിട്ട് പറക്കി എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ നേരം ഞാനങ്ങനെ നോക്കിയൊക്കെ നിന്നിട്ട് ഞാനെല്ലാം കൂടെ പറക്കി എടുത്ത് വെക്കുമായിരിക്കും. പക്ഷേ എങ്കിൽ ആൾ സമ്മതിച്ചില്ല കേട്ടോ. ഞാൻ ഓരോന്നായിട്ട് എല്ലാം പറക്കിയെടുത്ത്, ടെക്സ്റ്റും അതേപോലെ തന്നെ എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ച് ഓരോന്നായിട്ട് എല്ലാം പറക്കിയെടുത്ത് വെച്ച്, പെൻസിലും മൈക്രോബറും എല്ലാം ഇതിനിടയ്ക്കാണെങ്കിൽ ഉണ്ടല്ലോ, പെൻസിലും മൈക്രോബറും എല്ലാം ആൾ പറക്കി ബാഗിനകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനതെല്ലാം നോക്കിയിട്ട് തിരിച്ച് അവളെ കൊണ്ട് തന്നെ ഞാൻ പറക്കി വെപ്പിച്ചപ്പോൾ അവളെന്നോട് ചോദിക്കാം, അമ്മ പിന്നെ എന്തിനായെങ്കിൽ പിന്നെ എന്നെ കൊണ്ട് അതെല്ലാം പറക്കി എടുപ്പിച്ചതെന്ന്. ഞാനതിനെ നോക്കിയിരുന്നു പോയി, കാരണം ഇത്രയൊക്കെ ചോദിക്കാറായോ. പിന്നെ ആൾക്ക് ഡ്രോയിങ്ങിന് ഇൻട്രസ്റ്റ് ഉണ്ടായതുകൊണ്ട് ഞാൻ പിന്നെ ഡ്രോയിങ് ബുക്കും മേടിച്ചു കൊടുത്തായിരുന്നു കേട്ടോ. പിന്നെ അതൊരാൾ എടുക്കാത്ത രീതി എല്ലാം കെട്ടിപ്പൊതിഞ്ഞ് കൊണ്ടുചെന്ന് അകത്ത് വെച്ച് എന്നിട്ട് പടം വരയ്ക്കായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ.